ആപ്കി അദാലത്തിൽ ലോ മിനിസ്റ്റർ കിരൺ റിജിജുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ്. കിരൺ സാർ, സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ ആക്ടിവിറ്റീസും എനർജിയും വളരെയധികം കൂടുതലാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പറഞ്ഞത് ഇതാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഞാൻ അദ്ദേഹത്തെക്കാൾ 12 വർഷം 8 ദിവസം മുതിർന്ന ആളാണെന്ന്. എന്റെ സോഷ്യൽ മീഡിയ ചീഫ് ജസ്റ്റിസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഫോർമർ ചീഫ് ജസ്റ്റിസ് എന്താ പറയുന്നത് വെച്ചാൽ ജസ്റ്റിസ് രമണ, അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ അദ്ദേഹം താങ്കളുടെ ഡാൻസ് കണ്ടു. ആ ഡാൻസിൽ എത്രത്തോളം എനർജി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അതൊരു ഹൈ എനർജി ഡാൻസ് ആണ്. കിരൺ റിജിജു പുട്ട് ട്വിറ്റർ ഓൺ ഫയർ. ഞാൻ എൻ്റെ ഗ്രാമത്തിൽ പോകുമ്പോൾ അവിടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ആളുകൾക്ക് പാട്ടുകളുണ്ട്, ഡാൻസുകളുണ്ട്. ഞാനതൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് എടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രധാനമന്ത്രി മോദിജി അതെടുത്ത് കമൻ്റ് ചെയ്തു, ട്വീറ്റ് ചെയ്തു. അങ്ങനെ അത് നാട് മുഴുവൻ വൈറലായി. ആ ഫോട്ടോകളൊക്കെ കണ്ടിട്ടാണ് ചീഫ് ജസ്റ്റിസ് സാറും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താങ്കളൊരു ഡീസന്റ് ഡാൻസർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ നമുക്ക് നോക്കാം. ഇത് താങ്കളുടെ നാട്ടിലെ ഒരു പരമ്പരാഗത നൃത്തമാണോ? അവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഗ്രാമത്തിലും സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അവരവരുടെ കമ്മ്യൂണിറ്റിയുടെ പ്രാക്ടീസ് അവരിപ്പോഴത് ഫോളോ ചെയ്യുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ താങ്കൾ സൽമാൻ ഖാനോടൊപ്പം സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. അത് ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ 2020 ലോഞ്ച് ചെയ്യപ്പോൾ ചെയ്തതാണ്. ആ സമയത്ത് ഫിറ്റ് ഇന്ത്യ നാട് മുഴുവൻ ഇത് വളരെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് സൽമാൻ ഖാനും വന്നിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ അരുണാചൽ പ്രദേശിലും വന്നിരുന്നു. സൈക്കിൾ ഫിറ്റ്നസ് വളരെ നല്ലതായതുകൊണ്ട് ഒരു അഡ്വഞ്ചർ സ്പോർട്സ് പ്ലസ് ഫിറ്റ്നസ് ഇത് രണ്ടും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അവിടെ സൽമാൻ ഖാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളോട് 1 രൂപ പോലും ചോദിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഡൊണേഷൻ തരികയും ചെയ്തു, ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു, ഡ്രസ്സ് തരികയും ചെയ്തു. പക്ഷേ അത് കണ്ടതിന് ശേഷം ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കിരൺ റിജിജുവും ബോളിവുഡിൽ പോയ ഹീറോ ആവുമെന്ന്. ഉറപ്പായിട്ടുമില്ല. ഈ പടങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നെന്ന് പോലും എനിക്കറിയില്ല. ഞാനിപ്പോൾ പടങ്ങൾ കാണാറില്ല. പഴയ പടങ്ങളൊക്കെ കണ്ടിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. VCR ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിലിട്ട് പടങ്ങൾ കണ്ടിരുന്നു. അതുപോലെ എൻ്റെ നാട്ടിൽ അസമിൽ സിനിമ ഹാളിലൊക്കെ കാണുമായിരുന്നു. ഡിസ്ട്രിക്ട് ക്വാർട്ടേഴ്സിൽ പോകുമ്പോൾ അവിടെ സിനിമ ഹാളുണ്ട്, അവിടെ കാണുമായിരുന്നു. എൻ്റെ ഗ്രാമത്തിൽ പടം കാണാനുള്ള അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. താങ്കളുടെ കോളേജ് ലൈഫിലുള്ള ഒരു ഫോട്ടോ എൻ്റെ പക്കലുണ്ട്. അതിൽ സൽമാൻ ഖാനെ പോലെ താങ്കൾ ഷർട്ടെല്ലാം ഊരിട്ടാ നിൽക്കുന്നത്. ഏറ്റവും പുറകെ നിൽക്കുന്ന ആള്. അതെ, പിന്നെ നിൽക്കുന്ന ആള് ഷർട്ടില്ലാതെ. ഇതുപോലെ ഷർട്ടൊക്കെ ഊരി സൽമാൻ ഖാനെ പോലെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും വന്നില്ലേ? ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് പടങ്ങൾ കാണുന്നതാണ് ഇഷ്ടം, അല്ലാതെ അഭിനയിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ആശിക്ക എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ കാണുന്ന പോലെയാണ്. എനിക്ക് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ സിനിമയിൽ അഭിനയിക്കുന്നതൊന്നും ഞാൻ സ്വപ്നം കാണാറില്ല. പക്ഷെ സിനിമാക്കാരെ പറ്റി താങ്കൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ശില്പ ഷെട്ടിയെ പറ്റി താങ്കൾ പറഞ്ഞത് ഫിറ്റർ സ്റ്റാർ ഓഫ് ബോളിവുഡ്. ഫിറ്റ് ഇന്ത്യ ക്യാമ്പിന് വേണ്ടിയിട്ട് ശില്പ ഷെട്ടി അവിടെ വന്നിരുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ വന്നിരുന്നു, ഞങ്ങളെ കണ്ടിരുന്നു. അവര് യോഗ പ്രൊമോട്ട് ചെയ്തു. സോ ഗവൺമെന്റിന്റെ നല്ല പ്രോഗ്രാമിന് വേണ്ടിയും ഫിറ്റ്നസിന് വേണ്ടിയിട്ടും ഹെൽത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അസുഖം വരാതിരിക്കാനും ഫിറ്റ് ഇന്ത്യ എന്നത് ഫിറ്റ് രാജ്യമാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഫിലിം സ്റ്റാർസ്, സ്പോർട്സ് സ്റ്റാർസ്, അങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരായാലും ഒരുപക്ഷെ അവർ ഗവൺമെന്റിന്റെ ക്യാമ്പയിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞാൻ നന്ദി പറഞ്ഞേ മതിയാകൂ. അതൊരു മര്യാദയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതും വളരെ വൈറലായി. അതായത് താങ്കൾ രവീന ടെൻഡറിനോട് പറഞ്ഞെന്ന് തബാങ്കിലേക്ക് വരൂ, എല്ലാ അറേഞ്ച്മെന്റും ഞാൻ ചെയ്തു തരാമെന്ന്. സത്യമാണോ? കാരണം എല്ലാവരും ചിന്തിക്കുന്നത് അവിടെ വലിയ ഹോട്ടലുകളൊന്നും ഇല്ല എന്നാണ്. ഉറങ്ങാനുള്ള സ്ഥലം കിട്ടില്ല. എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്നത്? അതുകൊണ്ട് അവിടെ ഏത് ഹോട്ടലാണ് ഉള്ളതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് MP, അതായത് ഞങ്ങൾ ലോക്കൽ തന്നെ ഉള്ളതുകൊണ്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ആളുകൾ വരണം, ടൂറിസ്റ്റുകൾ വരണം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ മതിയാകൂ, ഇൻവൈറ്റ് ചെയ്തല്ലേ മതിയാകൂ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം. ആദ്യം നിങ്ങൾ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്നു, ഇപ്പോൾ നിങ്ങൾ ലോ മിനിസ്റ്റർ ആണ്. സോ ഇപ്പോഴും നിങ്ങൾ അത്ലറ്റിക്സ്, സ്പോർട്സ് തുടങ്ങിയ താരങ്ങളുമായിട്ട് കണക്ഷനിലുണ്ടോ? അവർക്ക് നിങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ? സ്പോർട്സ് എൻ്റെ പാഷനാണ്.
അവിടെ എത്രത്തോളം സ്പോർട്സ് താരങ്ങളുണ്ടോ, വലിയ വലിയ ഒളിമ്പിക്സ് മെഡൽ വാങ്ങിയവർ മുതൽ ചെറിയ ചെറിയ സ്പോർട്സ്മാൻമാർ ഇപ്പോഴാണ് 10-15 വർഷമായിട്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ എൻ്റെ അടുത്ത് അത്രയും സമയമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റൊക്കെ സമയം കിട്ടും, അവസരം കിട്ടും. അപ്പോഴൊക്കെ അവരോട് വരാൻ ഞാൻ പറയും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്യാനും പറയും. സർക്കാരിനെ നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കളക്ട് യുവർ റെസ്പോൺസിബിലിറ്റി. മോദിജി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കമ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റുകളൊന്നും നടത്താൻ പാടില്ല, എല്ലാം ഒരേ ലക്ഷ്യത്തിൽ വലിയ ടാർഗറ്റ് പ്ലാൻ ചെയ്ത് നടത്തണമെന്ന് പറഞ്ഞു. പല സ്പോർട്സ്മാൻമാരും പ്രശ്നത്തിൽ അകപ്പെടുന്നു, അവർക്ക് വിസ കിട്ടുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ്മാൻമാർ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുന്നു, അവര് നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ, അപ്പോൾ അവരെനിക്ക് മെസ്സേജ് ചെയ്യും, ഞാൻ ഉടൻ തന്നെ അവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. സോ ആ സ്പോർട്സ്മാനുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം ഇത് മിനിസ്ട്രി വഴിയൊന്നും ഉണ്ടായതല്ല, അതെന്റെ ഇൻട്രസ്റ്റും പാഷനും കൊണ്ട് ഉണ്ടായതാണ്. അത് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ മല്ലയുദ്ധത്തിൽ ജയിച്ചവർ, മെഡൽ വാങ്ങിച്ച റെസ്ലേഴ്സ്, അവരൊക്കെ ധർണ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവരും താങ്കളെ പ്രശംസിച്ചോ? ഈ പോരാട്ടം നടക്കുന്ന സമയത്തൊന്നും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറാറില്ല. അതൊക്കെ വേറെ കാര്യമാണ്. ഫെഡറേഷൻ സ്പോർട്സ്മാൻ ഒക്കെ അവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ സ്പോർട്സ് മിനിസ്റ്റർ ഒന്നും അല്ലല്ലോ. സോ ഇതുപോലുള്ള കാര്യങ്ങൾക്കിടയിലൊന്നും ഞാൻ കയറാറില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഫിറ്റ്നസിനെ കുറിച്ച് താങ്കൾ ഇടുന്ന വീഡിയോ ഒക്കെ വളരെയധികം വൈറലാവുന്നുണ്ട്. ഞാൻ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇട്ടതാണ്, അതുപോലെ ഫിറ്റ് ഇന്ത്യയുടെ സമയത്തും ഞാൻ ഇട്ടിരുന്നു. ഇപ്പോഴൊക്കെ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല, അതിനുള്ള സമയം എനിക്കില്ല. സർ, എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം താങ്കളുടെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണെന്നുള്ള കാര്യം. അതിലൊരു സോങ് ഉണ്ട്, തേരെ ജസ യാർ കഹാ എന്നുള്ളത്. ആ സോങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാൻ സാധിക്കുമോ പ്ലീസ്? അയ്യോ, ദേ നോക്കൂ, ഇത് ആപ്കി അദാലത്താണ്. ജഡ്ജി സാറിന്റെ അനുവാദമില്ലാതെ ഞാൻ പാട്ട് പാടുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഇല്ല, നിങ്ങൾ പാടിക്കോളൂ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ പാടിക്കോ. താങ്കളുടെ പാട്ട് കേൾക്കാൻ ജഡ്ജിയും വളരെ ആകാംക്ഷയോടെ ഇരിക്കുക. അവിടെ ഞങ്ങളുടെ അരുണാചൽ പ്രദേശിൽ യങ് ഓഫീസേഴ്സൊക്കെ വന്നിരുന്നു. അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ 2-3 ലൈൻ പാടിയിരുന്നു. तेरे जैसा यार कहाँ कहाँ ऐसा याराना याद करेगी दुनिया तेरा मेरा अफसाना. അത്രേ ഉള്ളൂ സാർ. കിരൺ സാർ, താങ്കൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം ട്രാവൽ ചെയ്യുന്നുണ്ട്, അരുണാചൽ പ്രദേശിൽ പോകുന്നുണ്ട്, ബോർഡറിലേക്ക് പോകുന്നുണ്ട്, പാട്ടും പാടുന്നുണ്ട്, ഫിറ്റ്നസ് വീഡിയോയും ഇടുന്നുണ്ട്. അപ്പോൾ താങ്കൾ എപ്പോഴാണ് ജോലി ചെയ്യുന്നത്? ഫിറ്റ്നസ് പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ഇതൊരു വലിയ വിഷയം തന്നെയാണല്ലോ. ഒരാൾ ഫിറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ജോലി ചെയ്യുക? പക്ഷേ ഓൺ സീരിയസ് നോട്ട്, ഒരു കാര്യത്തിൽ വളരെ ആഴത്തിൽ അതിനകത്ത് ഇൻവോൾവ് ആകണമെങ്കിൽ ആ കാര്യം പുറത്ത് കാണിക്കാൻ പാടില്ല. നമ്മൾ അതിൻ്റെ നടുവിൽ ഗ്യാപ്പിൽ പബ്ലിക് മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഗ്യാപ്പിൽ നമ്മളൊരു അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോഗ്രാം വിട്ടാൽ അതാണ് മനസ്സിലാവുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൂർണ്ണമായും ഡിവോട്ടഡ് ആയിട്ട് ഫയൽ ചെയ്യുന്നു, ആലോചിക്കുന്നു, റിവ്യൂ ചെയ്യുന്നു. അതെങ്ങനെ പുറത്തറിയും? നമ്മൾ സെക്രട്ടറിയോട് ചേർന്ന് വളരെ വലിയ ഡിസ്കഷൻ നടത്തുന്നു. അതൊക്കെ എങ്ങനെ അറിയാനാണ്? സോ നമ്മൾ ചെയ്യുന്ന ജോലികൾ പുറത്താർക്കും അറിയില്ല. സോ നമ്മൾ ഗ്യാപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് പുറത്തറിയുന്നത്. അതർവൈസ് ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, 16 മണിക്കൂർ നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ ഈവൻ ജനങ്ങളെ കാണുന്നത്, പബ്ലിക് മീറ്റിംഗ് പോകുന്നത് അത് 30% ആയിരിക്കും. 70% മിനിസ്ട്രിയിൽ ഇരിക്കുന്നതാണ്. അതിനുശേഷം ഇന്റേണൽ പാർട്ടീസ്, വീട്ടിൽ കണ്ടുമുട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ളതാണ്. താങ്കൾ ഇത്രത്തോളം ബിസി ആയിരിക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളതെന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ താങ്കളെ കാണിക്കാം. How can that be, Papa? My grandparents even didn't come. They live in far village. Oh, all right, I'll try to come. I'm so busy these days. What to do? You have office, but still you say to your boss that I have to come to my daughter's school. മകളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി താങ്കളുടെ ബോസിനോട് ലീവ് ചോദിക്കാനാണ് അവൾ പറയുന്നത്. ഇത് 4 വർഷം മുമ്പുള്ള വീഡിയോയാണ്.
ആക്ച്വലി ഞാൻ മകളുടെ ഗ്രാൻഡ് പേരൻസ് ഡേക്കൊന്നും സ്കൂളിൽ പോകാറില്ല. സോ അവളോട് ടീച്ചർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോവാ. അതുകൊണ്ട് 2-3 ദിവസം എൻ്റെ കൂടെ സ്കൂളിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് രാത്രി ഞാൻ ഈ വീഡിയോ വളരെ കോമഡിയായിട്ട് എടുത്തു. ആ സമയത്ത് അവള് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അതെ നിങ്ങളുടെ ബോസിനോട് ലീവ് ചോദിക്കുക, നിങ്ങളുടെ മകളുടെ സ്കൂളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലീവ് ചോദിക്കാനാണ് പറഞ്ഞത്. സോ നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഒരു കാര്യം വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഫോറിൻ കൺട്രീസിലൊന്നും കറങ്ങാൻ പറ്റില്ലല്ലോ, അത് നടക്കുന്ന കാര്യമില്ല. സോ അവർ പറയുന്നത് ബോസ്, അതായത് പ്രധാനമന്ത്രി മോദിജിയാണ് പറയുന്നത്. അവർ പറയുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രി പെണ്ണാണെങ്കിൽ അവർ സമ്മതിക്കുമെന്നാണ് പറയുന്നത്. നല്ല കോമഡിയല്ലേ. പക്ഷെ ഒരു കാര്യം വളരെ നന്നായിട്ട് അറിയാം, മോദി അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ ഉറങ്ങാൻ അനുവദിക്കില്ല, റെസ്റ്റ് എടുക്കാൻ അനുവദിക്കില്ല, ശരിക്കും പണിയെടുപ്പിക്കുമെന്ന് കേട്ടു. അതുകൊണ്ടാണ് ഇന്ന് നാട് പുരോഗമിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ സമയത്തോ അതിന് മുൻപത്തെ സമയം നോക്കിയാലോ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ മിനിസ്റ്റേഴ്സൊക്കെ വേനൽക്കാലത്ത് വെക്കേഷന് പോകുമായിരുന്നു, ഫാമിലിയെ കൂട്ടി യൂറോപ്പിൽ പോകുമായിരുന്നു, വേറെ എവിടെയെങ്കിലും ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യായിരുന്നു. 2014 ശേഷം ഈ വെക്കേഷൻ, ഹോളിഡേ ഇതൊക്കെ എൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് കാണാതെ പോയിരിക്കുന്നു. കാരണം ഒരുപാട് ജോലികളുണ്ട്, തീർത്ത ജോലികൾ ചെയ്യാനുണ്ട്. PM-ന്റെ 1 മിനിറ്റ് പോലും അദ്ദേഹം വേസ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാണ് ടൈം വേസ്റ്റ് ചെയ്യുക? അതുകൊണ്ട് നമ്മുടെ രാജ്യം 2047 വരെയും സാമ്പത്തിക രാജ്യമായി മാറാനായിട്ട്, വളരെ ശക്തിയുള്ള രാജ്യമായി മാറാനായിട്ട് മോദിജിയുടെ പ്ലാൻ അതേപടി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല ശ്രദ്ധ വേണം. ഇങ്ങനെയുള്ള സമയത്ത് ഞങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ മറന്നേ മതിയാകൂ. ഇപ്പോൾ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചേ മതിയാകൂ.